ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന മഴ പെയ്യുകയാണ്, മഞ്ഞ് പെയ്യുകയാണ്, ഇടിവെട്ടുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് ഇംഗ്ലീഷിലെ പ്രത്യേക രീതിയിലാണ് പറയുന്നത്. അതിന് പല കാരണങ്ങൾ പറയാം. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു മാർഗം, മഴയ്ക്ക് ഇംഗ്ലീഷിലുള്ള വാക്ക് നമുക്കറിയാം, റെയിൻ. മഴ പെയ്യുക, ആ വെർബ് അല്ലെ ക്രിയ, ആ വാക്കും റെയിൻ എന്ന് തന്നെയാണ്. റെയിൻ, റെയിൻഡ്, റെയിൻഡ്. ആ രീതിയിലാണ് മൂന്ന് ഫോംസ് ഇവിടെ പറയുക. അപ്പോൾ മഴ പെയ്യുകയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? റെയിൻ ഈസ് റെയിനിങ്. അങ്ങനെ പറയേണ്ടി വരും. കാരണം മഴയ്ക്ക് വാക്ക് റെയിൻ, മഴ പെയ്യാറുണ്ട് എന്നുള്ളതിന് വാക്ക് റെയിൻ തന്നെയാണ്, ടു റെയിൻ. ഓക്കെ, ടു റെയിൻ. അതുപോലെ തന്നെയാണ് മഞ്ഞ് പെയ്യുക. മഞ്ഞിന് വാക്ക് നമുക്കറിയാം, സ്നോ. മഞ്ഞ് പെയ്യാറുണ്ട്, അതിന് ഉപയോഗിക്കുന്ന വാക്ക് സ്നോ എന്ന് തന്നെയാണ്. അപ്പോൾ മഞ്ഞ് പെയ്യുകയാണ് എന്ന് എങ്ങനെ പറയും? സ്നോ ഈസ് സ്നോയിങ്. അങ്ങനെ പറയേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് ഇംഗ്ലീഷിൽ ചെയ്യുന്നത് ഇറ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ഇറ്റ്. ഇറ്റിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇത്. എന്നാൽ ഇവിടെ ആ അർത്ഥമില്ല. ഇറ്റ് ആ സ്നോയ്ക്ക് പകരം, അല്ലെങ്കിൽ റെയിന് പകരം, അല്ലെങ്കിൽ ചാറ്റൽ മഴയ്ക്കുള്ള വാക്ക് ഡ്രിസിൽ, അതിന് പകരം, അല്ലെങ്കിൽ തണ്ടർ, ഇടിവെട്ട്, അതിന് പകരം, അല്ലെങ്കിൽ ഹെയിൽ. ഹെയിൽ എന്ന് വെച്ചാൽ ആലിപ്പഴം. ആലിപ്പഴം അറിയില്ലേ? ഐസ് കട്ട പോലെ വീഴുന്നത് ആലിപ്പഴം. അപ്പൊ അതിന് പകരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റെയിൻ ഈസ് റെയിനിങ് എന്ന് പറയണ്ട. എങ്ങനെ പറഞ്ഞാൽ മതി? ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുകയാണ്. ഇതുവരെ കണ്ട വാചകങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സിംഗുലർ. ഓക്കെ, അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ്. ഹി റൈറ്റ്സ്. അവൻ എഴുതി, ഹി റോട്ട്. അവൻ എഴുതും, ഹി വിൽ റൈറ്റ്. അവൻ എഴുതുകയാണ്, ഹി ഈസ് റൈറ്റിംഗ്. അവൻ എഴുതുകയായിരുന്നു, ഹി വാസ് റൈറ്റിംഗ്. അവൻ എഴുതുന്നതാണ്, ഹി വിൽ ബി റൈറ്റിംഗ്. അവൻ എഴുതിയിട്ടുണ്ട്, ഹി ഹാസ് റിട്ടൺ. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് റിട്ടൺ. അവൻ എഴുതിയിട്ടുണ്ടായിരിക്കും, ഹി വിൽ ഹാവ് റിട്ടൺ. അവൻ 2 മണിക്കൂറായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായി അവൻ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ അവൻ എഴുതുകയായിരുന്നു, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഇവയും പറയാൻ പറ്റും. ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾ ടു റെയിൻ, മഴ പെയ്യുവാൻ, ടു സ്നോ, മഞ്ഞ് പെയ്യുവാൻ, ടു ഡ്രിസിൽ, ചാറ്റൽ മഴ, ചെറിയ മഴയിലെ ചാറ്റൽ മഴ. ഡ്രിസിൽ എന്നുള്ളതാണ് ചാറ്റൽ മഴയ്ക്കുള്ള വാക്ക്. ടു ഡ്രിസിൽ എന്ന് വെച്ചാൽ ചാറ്റൽ മഴ പെയ്യുന്ന ആ പ്രവൃത്തിയെ കാണിക്കുകയാണ്. തണ്ടർ, ഇടിവെട്ട്. ടു തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടുക. ഹെയിൽ എന്ന് വെച്ചാൽ ആലിപ്പഴം. ആലിപ്പഴം വീഴുന്ന പ്രക്രിയയ്ക്ക് ടു ഹെയിൽ, വീഴുവാൻ. ആ രീതിയിൽ പറയും. ഈ വാക്കുകളുടെ കൂടെ ടു വെച്ചിരിക്കുന്നത് ഇവയെല്ലാം വെർബ് ക്രിയകളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്കറിയാം, മഴയ്ക്ക് വാക്ക് ക്രിയ അല്ല, പേരുകൾ. മഴ, മഞ്ഞ്, ചാറ്റൽ മഴ, ഇടിവെട്ട്, ആലിപ്പഴം, ഇതിനും ഈ വാക്കുകൾ ടു ഇല്ലാത്ത വാക്കുകളാണ് ഉപയോഗിക്കുക. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഹി റൈറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാം പറയാൻ പറ്റുന്നു. ഒന്ന് നോക്കാം. ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് എന്ന് വെച്ചാൽ മഴ പെയ്യാറുണ്ട്. ഇറ്റിന് ഇവിടെ അർത്ഥമൊന്നുമില്ല എന്ന് വിചാരിച്ചു വെച്ചാൽ മതി. അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ്. അങ്ങനെ പറയില്ലേ? അതുപോലെ ഇറ്റ് റെയിൻസ്, മഴ പെയ്യാറുണ്ട്. ഇറ്റ് സ്നോസ്, മഞ്ഞ് പെയ്യാറുണ്ട്. ഇറ്റ് ഡ്രിസിൽസ്, ഇറ്റ് ഡ്രിസിൽസ്, ചാറ്റൽ മഴ പെയ്യാറുണ്ട്. ഇറ്റ് തണ്ടേഴ്സ്, ഇടിവെട്ടാറുണ്ട്. ഇറ്റ് ഹെയിൽസ്, ആലിപ്പഴം വീഴാറുണ്ട്, അല്ലെങ്കിൽ ആലിപ്പഴം പൊഴിയാറുണ്ട്. ആ രീതി പറയില്ലേ? അതുപോലെ ഇവയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവൻ എഴുതാറുണ്ടോ? ഡസ് ഹി റൈറ്റ്? ഡസ് ഹി റൈറ്റ്? പഴയതൊക്കെ ഓർക്കണം, മറന്നു പോകരുത്. അതുപോലെ ഇവിടെയും ചോദിക്കാം, ഡസ് ഇറ്റ് റെയിൻ? മഴ പെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് സ്നോ? മഞ്ഞ് പെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് ഡ്രിസിൽ? ചാറ്റൽ മഴ പെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് തണ്ടർ? ഇടിവെട്ടാറുണ്ടോ? ഡസ് ഇറ്റ് ഹെയിൽ? ആലിപ്പഴം വീഴാറുണ്ടോ? അതിന്റെ നെഗറ്റീവ് 4 തരം വാചകങ്ങൾ നമ്മൾ കാണാറുണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ പറയാം. അത് മനസ്സിലാക്കിയെങ്കിൽ ഇത് എളുപ്പ. മഴ പെയ്യാറില്ല, ഇറ്റ് ഡസ് നോട്ട് റെയിൻ. മഞ്ഞ് പെയ്യാറില്ല, ഇറ്റ് ഡസ് നോട്ട് സ്നോ. ചാറ്റൽ മഴ പെയ്യാറില്ല, ഇറ്റ് ഡസിൻ ഡ്രിസിൽ.
ഇടിവെട്ടാറില്ല. ഇറ്റ് ഡസിന്റ് തണ്ടർ, ആലിപ്പഴം പൊഴിയാറില്ല അല്ലെങ്കിൽ ആലിപ്പഴം വീഴാറില്ല. ഇറ്റ് ഡസിൻ ഹെയിൽ. നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ല, നാലാമത്തെ വാചകം, അത് ഇവിടെ പറയാൻ പറ്റും. ഡസിന്റ് ഇറ്റ് റെയിൻ, ഡസിന്റ് ഇറ്റ് റെയിൻ, ഡസിന്റ് ഇറ്റ് റെയിൻ, മഴ പെയ്യാറില്ലേ. ഡസിന്റ് ഇറ്റ് സ്നോ, മഞ്ഞ് പെയ്യാറില്ലേ. ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവരെ കണ്ടത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഇനി അടുത്തത് നോക്കാം. ഹി റോട്ട്, അവൻ എഴുതി. ഹി റോട്ട്, അവൻ എഴുതി. അതുപോലെ തന്നെ ഇതെല്ലാം പറയാൻ പറ്റും. ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. ഓക്കെ, അവിടെ ഇറ്റിനോ അർത്ഥമില്ല എന്ന കാര്യം മറക്കരുത്. അതുപോലെ അതിന്റെ ചോദ്യം ഡിഡ് ഹി റൈറ്റ്, ഡിഡ് ഹി റൈറ്റ്, അവൻ എഴുതിയോ. അതേപോലെ തന്നെ ഡിഡ് ഇറ്റ് റെയിൻ, ഡിഡ് ഇറ്റ് റെയിൻ, മഴ പെയ്തോ. ഓക്കെ, അതുപോലെ ഇതെല്ലാം അതേപോലെ തന്നെ പറയാൻ പറ്റും. അതുപോലെ അതിന്റെ നെഗറ്റീവ് ഹി ഡിഡ്ന്റ് റൈറ്റ്, അവൻ എഴുതിയില്ല. ഓർക്കുന്നില്ലേ? അതുപോലെ ഇതും പറയാൻ പറ്റും. ഇറ്റ് ഡിഡ്ന്റ് റെയിൻ, ഇറ്റ് ഡിഡ്ന്റ് റെയിൻ, മഴ പെയ്തില്ല. അതെന്നുള്ള അർത്ഥം പറയരുത്, മഴ പെയ്തില്ല. ഇറ്റ് ഡിഡ്ന്റ് സ്നോ, മഞ്ഞ് പെയ്തില്ല. അതിന്റെ നെഗറ്റീവ് ചോദ്യം അതെല്ലാം പറയാൻ പറ്റും. 4 വാചകങ്ങൾ ഇവിടെയും പറയാൻ പറ്റും. അടുത്തത് അവൻ എഴുതും, ഹി വിൽ റൈറ്റ്. അതുപോലെ ഇവിടെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ, ഇറ്റ് വിൽ റെയിൻ. ഇവയെല്ലാം വെർബുകളാണെന്ന് ഓർക്കുക. ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. ഇറ്റ് വിൽ സ്നോ, മഞ്ഞ് പെയ്യും. ഇറ്റ് വിൽ ഡ്രിസിൽ, ചാറ്റൽ മഴ പെയ്യും. ഇറ്റ് വിൽ തണ്ടർ, ഇടിവെട്ടും. ഇറ്റ് വിൽ ഹെയിൽ, ആലിപ്പഴം പൊഴിയും അല്ലെങ്കിൽ ആലിപ്പഴം വീഴും. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം. ഓക്കെ, ഇതെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹി എന്ന് പറയുന്നിടത്ത് ഇറ്റ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അടുത്തത് അവൻ എഴുതുകയാണ്. ഹി ഈസ് റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെയും പറയും. മഴ പെയ്യുകയാണെന്ന് എങ്ങനെ പറയും? ഇറ്റ് ഈസ് റെയിനിങ്. മഞ്ഞ് പെയ്യുകയാണ്, ഇറ്റ് ഈസ് സ്നോയിങ്. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ചോദ്യമുണ്ട് ഈസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്യുകയാണോ. അതിന്റെ നെഗറ്റീവ് ഇറ്റ് ഈസ് ഇൻ റെയിനിങ്, മഴ പെയ്യുകയല്ല. ഇനി നെഗറ്റീവ് ചോദ്യം മഴ പെയ്യുകയല്ലേ. ഈസ് ഇൻ ഇറ്റ് റെയിനിങ്, ഈസ് ഇൻ ഇറ്റ് റെയിനിങ്, അവൻ എഴുതുകയല്ലേ. ഈസ് ഇൻ ദി റൈറ്റിംഗ്. അതേപോലെ തന്നെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്, ഇത് മനസ്സിലാക്കാൻ പറ്റും. ഹീക്ക് പകരം ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. എല്ലായിടത്തും ഒരേപോലെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം. അവൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ്. അതുപോലെ തന്നെ മഴ പെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ്. മഞ്ഞ് പെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് സ്നോയിങ്. ആ രീതിയിൽ ഇവയെല്ലാം പറയാം. അടുത്തത് അവൻ എഴുതുന്നതാണ്, അവൻ എഴുതുന്നതാണ്. ഹി വിൽ ബി റൈറ്റിംഗ്. അതുപോലെ നാളെ മഴ പെയ്യുന്നതാണ്. ടുമാറോ ഇറ്റ് വിൽ ബി റെയിനിങ്, ഇറ്റ് വിൽ ബി റെയിനിങ്. ഇറ്റ് വിൽ ബി സ്നോയിങ്, ഇറ്റ് വിൽ ബി ഡ്രിസിലിംഗ്, ഇറ്റ് വിൽ ബി തണ്ടറിങ്, ഇറ്റ് വിൽ ബി ഹെയിലിംഗ്. ആ രീതിയിൽ പറയാം. അവൻ എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ. അവൻ എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ. അതുപോലെ ഇവിടെയും പറയാം. മഴ പെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് റെയിൻഡ്, ഇറ്റ് ഹാസ് റെയിൻഡ്. ഓക്കെ, അതുപോലെ ഇവയെല്ലാം പറയാം. ഇറ്റ് ഹാസ് സ്നോഡ്. മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇറ്റിന് അർത്ഥമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുക. ഇറ്റ് ഹാസ് സ്നോഡ്, മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഡ്രിസിൽഡ്, ചാറ്റൽ മഴ പെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് തണ്ടേർഡ്, ഇടിവെട്ടിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഹെയിൽഡ്, ആലിപ്പഴം പൊഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആലിപ്പഴം വീണിട്ടുണ്ട്. ആ രീതിയിൽ പറയും. അതിന്റെ നെഗറ്റീവ് ചോദ്യം അവയെല്ലാം നേരത്തെ പഠിച്ചതുപോലെ കണ്ടതുപോലെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് റിട്ടൺ. അതുപോലെ ഇവിടെയും പറയാൻ പറ്റും. ഇവിടെ സ്ഥലം താഴേക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് റെയിൻഡ്, ഇറ്റ് ഹാഡ് റെയിൻഡ്. ഹി ഹാഡ് റിട്ടൺ. അതേപോലെ തന്നെയാണ്. ഇറ്റ് ഹാഡ് സ്നോഡ്. മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായി അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്. ആ രീതിയിൽ നമ്മൾ കണ്ടു. അതും ഇവിടെ പറയാൻ പറ്റും. 2 മണിക്കൂറായി മഴ പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 hours. അല്ലെങ്കിൽ രാവിലെ മുതൽ മഴ പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അതെല്ലാം നേരത്തെ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് അവൻ 2 മണിക്കൂറായി എഴുതുകയായിരുന്നു. ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours.
He had been writing for 2 hours. 2 മണിക്കൂറായി അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇവിടെയും പറയാൻ പറ്റും, 2 മണിക്കൂർ മഴ പെയ്യുകയായിരുന്നു. It had been raining for 2 hours. അല്ലെങ്കിൽ രാവിലെ മുതൽ മഴ പെയ്യുകയായിരുന്നു, കഴിഞ്ഞുപോയി. It had been raining since morning. Okay. അതുപോലെ ഇതെല്ലാം പറയാൻ പറ്റും. It had been snowing since morning. It had been drizzling since morning. It had been thundering since morning. It had been hailing since morning. ആ രീതിയിൽ നേരത്തെ നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് മഴ പെയ്യാറുണ്ട്, മഴ പെയ്യുകയാണ്, മഴ പെയ്തു, ഇതെല്ലാം ഇംഗ്ലീഷിലെ പ്രത്യേക രീതിയിലാണ് പറയുക. ഇറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചാണ് പറയുക. ഇവിടെ പക്ഷെ ഇറ്റിന് അർത്ഥമില്ല. സാധാരണ ഇറ്റിന് അർത്ഥമുണ്ട്, അത് ഇത് ആ രണ്ടർത്ഥങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതിന്റെ കാരണം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ശരിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഓക്കെ. ഇറ്റിന് മറ്റു ഉപയോഗങ്ങളും ഉണ്ട്. കാലാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി, സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ വേറൊരു വാക്കുണ്ട് there എന്നുള്ളത്, നമ്മൾ കണ്ടിട്ടില്ല. അതും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ആ വെർബിന്റെ ലിസ്റ്റിൽ എല്ലാ വാക്കുകളും പഠിക്കണം, പുതിയ വെർബ്സ് പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷിലെ പുതിയ വാക്കുകൾ, ഉച്ചാരണം, അർത്ഥമൊക്കെ പഠിക്കുക. അങ്ങനെ നമ്മുടെ ഭാഷ വളരെ ശക്തമാകും. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ
ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ്, ആദ്യത്തെ വാക്കുകൾ നോക്കുക. ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept. Kneel, knelt, knelt. Dwell, dwelt, dwelt. Build, built, built. Burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed. Arrive, arrived, arrived. Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced. Describe, described, described. Develop, developed, developed. Fail, failed, failed. Flow, flowed, flowed. ഇത് വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.